ശ്രീരാമനവമി. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ ജനനം ആഘോഷിക്കുന്ന ദിനമാണ് ശ്രീരാമനവമി. ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനത്തിൽ പുണർദ നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. ഈ ദിനം ശ്രീരാമ ജയന്തിയായും അറിയപ്പെടുന്നു. കൂടാതെ ശ്രീരാമൻ സീതാദേവിയെ വിവാഹം ചെയ്തതും ഈ ദിനത്തിലാണെന്നാണ് സങ്കല്പം. ഈ ദിനത്തിൽ ഭക്തിപൂർവം വ്രതം അനുഷ്ഠിക്കുന്നവരും ഉണ്ട്. 1000 വിഷ്ണുനാമങ്ങൾക്ക്, അതായത് വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് ഒരു രാമനാമം എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഓം നമോ നാരായണായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രായും ഓം നമശിവായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മായും യോജിപ്പിച്ച് രാമ എന്ന പേരാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രന് വസിഷ്ഠ മഹർഷി നൽകിയത്. വൈഷ്ണവശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം. താരകമന്ത്രം എന്നും അറിയപ്പെടുന്നു. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ ഈ 16 നാമങ്ങൾ ഭക്തിയോടെ ജപിച്ചാൽ മനസ്സ് സൂര്യനെ പോലെ തെളിഞ്ഞതാകും. രാമനവമി ദിനത്തിൽ 108 തവണ ജപിക്കുന്നത് അത്യുത്തമം. കലിദോഷ നിവാരണ മന്ത്രം എന്നറിയപ്പെടുന്ന ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേകിച്ച് നിഷ്ഠകളോ നിയമങ്ങളോ പാലിക്കേണ്ടതായിട്ടില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഭക്തിയോടെ ചൊല്ലാവുന്ന മന്ത്രമാണ് ഇത്. എല്ലാവിധ പാപങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഈ മഹാമന്ത്ര ജപത്തിലൂടെ സാധിക്കും.